എൻ്റെ കോസ്റ്റ്യൂം ഞാൻ കാണിച്ചു തരാം. എന്ത് രസമുള്ള കാഴ്ചയാണെന്നറിയോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളെവിടെ പോവാ? നമ്മള് ഒരു ഓണം വ്ളോഗാണ് ചെയ്തത്. എന്താ ഒരു ഷൂട്ടുണ്ട്, അത് നമ്മൾ എന്തെങ്കിലും ഷൂട്ടിന് പോവാം ഓണത്തിന്റെ. അപ്പൊ നമുക്ക് എവിടെ സ്ഥലം? പാലക്കാട്. നമ്മൾ പാലക്കാടാണ് പോകുന്നത് ഗൈസ്. പാലക്കാടുള്ളവർ പാലക്കാടുള്ള ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ 2 ദിവസം കഴിയും. അന്നേരം പാലക്കാടുള്ളവരൊക്കെ തിരക്കിലായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം, ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളായിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും റെഡി ആയിട്ടല്ല പോകുന്നത്. എല്ലാം അവിടെ ചെന്നിട്ട് സെറ്റാവുന്നുള്ള ഒരു മൈൻഡിൽ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങിയതാണ്. കാരണം രാവിലെ എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവനെ കുത്തി പൊക്കിയിട്ടാണ് വരുന്നത് ഗൈസ്. ഞാൻ എണീക്കുന്നില്ല, ഞാൻ കുറേ കുത്തി. അവസാനം എങ്ങനെയൊക്കെയോ പിടിച്ച് വണ്ടിയിലിട്ട് കൊണ്ടുപോകുന്നു. പിന്നെന്താ, ഇതല്ലല്ലോ നമ്മുടെ കോസ്റ്റ്യൂം. നമ്മുടെ കോസ്റ്റ്യൂം വേറെയാണ്. അവിടെ ചെന്നിട്ട് കോസ്റ്റ്യൂം ഒക്കെ മാറും. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് സംസാരിക്കാം. നമ്മൾ രാവിലെ 7:30 ഇറങ്ങിയതാ. ഇതുവരെ നമ്മൾ എത്തിയില്ല. നമ്മളിപ്പോഴും എറണാകുളത്താണ്. നമ്മൾ നല്ല ട്രാഫിക് ബ്ലോക്കിലാണ് ഗൈസ് കേട്ടോ. പറയാ ഇവിടെ വണ്ടി വെച്ചിട്ട് ട്രെയിനിൽ പോവാന്ന്. എന്റെ കോലം കണ്ടോ? ഞാൻ ഓണപ്പരിപാടിക്ക് പോവാ. ഞാനൊരു ലിപ്സ്റ്റിക്ക് പോലും ഇട്ടില്ല ഗൈസ്. അതാണ് ഗൈസ്, ഞാൻ വണ്ടിയിലിരുന്ന് ചെറുതായിട്ട് ടച്ചപ്പ് ചെയ്തു. പക്ഷെ കണ്ണെഴുതിയില്ല ഗൈസ്. കണ്ണെഴുതാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ കുറേ നോക്കി. നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. ഇനി വഴിയിൽ എവിടെയെങ്കിലും നിർത്തി തരുവാണെങ്കിൽ നമ്മൾ കണ്ടെഴുതും. പക്ഷെ ഇവർ ഇതൊരു ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. ഞാൻ വഴിയിൽ ഒരു സലൂണിൽ കയറിയിട്ട് ഡ്രസ്സൊക്കെ മാറി പിന്നെ വണ്ടിയിലിരുന്ന് ഒരുങ്ങി ഒക്കെ ചെയ്യും. എനിക്ക് മുല്ലപ്പൂ വേണം. എനിക്ക് മുല്ലപ്പൂ വാങ്ങിച്ചൊന്നുമില്ല ഗൈസ്. മുല്ലപ്പൂ ഇപ്പൊ എവിടുന്ന് കിട്ടും? വഴിയിൽ എവിടെയെങ്കിലും മുല്ലപ്പൂ കാണുകയാണെങ്കിൽ വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഓർത്തില്ല. അവിടെയാണ്. ഇതാണ് എന്റെ കോസ്റ്റ്യൂം. എൻ്റെ കോസ്റ്റ്യൂം ഞാൻ കാണിച്ചു തരാം. നമ്മൾ വന്നപ്പോൾ ഒത്തിരി ലേറ്റായി പോയി. അതുകൊണ്ട് ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാനിപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഷൂട്ട് തുടങ്ങും. ഇപ്പം നല്ല വെയിലുണ്ട് ഇവിടെ. നമ്മൾ വന്ന ഉടനെ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കേണ്ടി വന്നു ഗൈസ്. കുറേ നേരം നമ്മൾ ഷൂട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു അവർ. പക്ഷേ ലേറ്റായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പം നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവർ ഫുഡിന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇലയൊക്കെ ഇട്ടു. എന്തൊക്കെ പറഞ്ഞാലും ഷെഫിക്ക് നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. അതാരും കാണിക്കാത്ത രീതിയിലുള്ള ചിരിയാണ് കണ്ടത്. പിന്നെ സദ്യ ഫ്രണ്ടിൽ കണ്ടതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നല്ല വിശന്നാണ് വന്നത്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 7 മണിയായപ്പോഴാണ്, ഇവിടെ എത്തിയത് 1:30 ആയപ്പോഴാണ്. അത്രയും ലോങ് ആയിരുന്നു. ആലപ്പുഴയിൽ നിന്ന് വരുന്നുണ്ട് തന്നെ നല്ല ലോങ് ആയിരുന്നല്ലോ പാലക്കാട്. പിന്നെ നമുക്ക് അറിയാവുന്ന ആൾക്കാരായിരുന്നു എല്ലാവരും. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ അടിപൊളി സദ്യ ആയിരുന്നു. ഇത്തവണ എനിക്ക് വയ്യാഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ ഓണാഘോഷിക്കുന്നില്ല, ഷൂട്ടൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരാഗ്രഹം സദ്യ കഴിക്കണം, ഓണാഘോഷിക്കണം എന്ന് തോന്നിയത്. അങ്ങനെ ഒന്നും നോക്കാണ്ട് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഷെഫ് എന്നെ ആലപ്പുഴയിൽ നിന്ന് പാലക്കാട് വരെ കൊണ്ടുവന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. യാത്ര പറയുകയാണെങ്കിൽ യാത്രാക്ഷീണം നല്ലതായിട്ടുണ്ടായിരുന്നു. പക്ഷേ
നല്ല രസമായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്തു, ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയത്. പിന്നെ നല്ല ക്ഷീണമുണ്ട് എൻ്റെ മുഖത്ത്. അത്രയും യാത്ര ചെയ്ത് വന്നേയില്ലേ. കാരണം കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ ആലപ്പുഴ വന്ന് അവിടെ നിന്ന് ഷൂട്ടുണ്ടായിരുന്നു എനിക്ക് എറണാകുളത്ത്. പിന്നെ വീണ്ടും ആലപ്പുഴ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതേ ദിവസം എനിക്ക് പാലക്കാട് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ എന്നെയും കൊണ്ട് വന്നതാണ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഏതോ ഒരു അമ്പലത്തിൽ ഷൂട്ടിന് വന്നിരിക്കുകയാണ് പാലക്കാട്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫോട്ടോഗ്രാഫറെ. കുറച്ച് സ്റ്റിൽസ് എടുത്തിട്ടുണ്ട്, കുറച്ചും കൂടി എടുത്തിട്ട് നമ്മളിപ്പോൾ തിരിച്ച് നേരെ പോകും. ഇത് നല്ല അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ ഫോണിൽ കുറച്ച് ഫോട്ടോസ് എടുക്കുന്ന അടിപൊളി സ്ഥലമാണ്. ഗൈസ് ബാക്കിലോട്ടുണ്ട്, കാണിച്ചു കൊടുക്കും. ഗൈസ് ഫോട്ടോഗ്രാഫർമാർക്ക് നല്ല തിരക്കായിരുന്നു. കാണാൻ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി. ഇത് കോട്ടയാണെന്നാണ് പറഞ്ഞത്. പാലക്കാടുള്ളവർക്ക് അറിയായിരിക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തു ഇവിടെ നിന്ന്. അല്ലാണ്ട് വേറെ സമയം പോകാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സ്ഥലമായിരുന്നു. ക്ഷേത്രത്തിൻ്റെ പേരെന്താ പറഞ്ഞു? പാലക്കാട് ആഞ്ജനേയ. നമ്മളിവിടെ ഷൂട്ടിന് വന്നിരിക്കുക ഗൈസ്. ഷൂട്ടിൻ്റെ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം. അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഒരു വകയായിട്ട് വന്നിരിക്കാം. ഇപ്പം നമ്മളൊരു കിഡിലെ സംഭവം കണ്ടിട്ടുണ്ട്, കാണിച്ചു തരാം. എന്താ സംഭവം? കാണിച്ചു തരാവേ. എന്ത് രസമുള്ള കാഴ്ചയാണെന്നറിയോ? ഇവിടുന്ന് മുകളിൽ നിന്ന് കുറേ ആൾക്കാരിങ്ങനെ ഇല ഇട്ട് കൊടുക്കും. അപ്പം അതിങ്ങനെ കഴിക്കാറ്. ഞാനിവിടെ നോക്കി നിൽപ്പുണ്ടേ. ഹലോ ഗൈസ്, നമ്മൾ ഷൂട്ടെല്ലാം കഴിഞ്ഞു, ക്ഷീണിച്ചു, ഡ്രസ്സെല്ലാം മാറി. തിരിച്ച് നമ്മൾ എങ്ങോട്ട് പോവാ? തിരിച്ച് നമ്മൾ കൊച്ചിക്ക് പോവാണ് ഗൈസ്. ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ചൂടുണ്ട് ഒരു വകയായി. ഭയങ്കര ടഫായിരുന്നു. കാരണം ഇന്ന് കുറേ പോസ്റ്റായി. ഞങ്ങൾ രാവിലെ 10 മണിക്ക് എത്തണം. നമ്മൾ എത്തിയത് ഒത്തിരി ലേറ്റായിട്ടാണ്, 1:30 ആയപ്പോഴാണ് എത്തിയത്. പിന്നെ ലൊക്കേഷനിൽ കുറച്ച് പോസ്റ്റ് അടിച്ചു, ഫോട്ടോഗ്രാഫർ വെയിറ്റ് ചെയ്ത്. കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം വെയിറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല ഫോട്ടോസ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഫോട്ടോ കിട്ടും പറയാം. കിട്ടുമ്പോൾ അറിയാം.